ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 7ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. അദോണി ബെസെക്ക് മരിച്ചത് എവിടെ വച്ച്? എ. ജെറുസലേമിൽ, ബി. ബസേക്കിൽ, സി. നെഗെബിൽ, ഡി. ഹെബ്രോണിൽ. ഉത്തരം എ. ജെറുസലേമിൽ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക്? എ. സീഹോന്, ബി. ഫിലിസ്ത്യർക്ക്, സി. കവർച്ചക്കാർക്ക്, ഡി. കാനാന്യർക്ക്. ഉത്തരം സി. കവർച്ചക്കാർക്ക്. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷം സേവിച്ചു? എ. 22 വർഷം, ബി. 8 വർഷം, സി. 40 വർഷം, ഡി. 7 വർഷം. ഉത്തരം ബി. 8 വർഷം. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ന്യായപാലകർ ആരെല്ലാം? എ. ഒത്നിയേലും ഷംഗാറും, ബി. തോലയും ജഫ്തായും, സി. ഏഹൂദും ജായീറും, ഡി. ദബോറയും ബാറക്കും. ഉത്തരം ഡി. ദബോറയും ബാറക്കും. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. അനാത്തിൻ്റെ മകൻ്റെ പേരെന്ത്? എ. ഷംഗാർ, ബി. ബാറഖ്, സി. തോല, ഡി. ജായിർ. ഉത്തരം എ. ഷംഗാർ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം. യോവാഷ് ഏത് വംശക്കാരനായിരുന്നു? എ. സൂഫ് വംശം, ബി. ദാവീദ് വംശം, സി. അബിയേസർ വംശം, ഡി. അബിയാം വംശം. ഉത്തരം സി. അബിയേസർ വംശം. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ജനങ്ങൾ ഇപ്പോഴും അധികമാണ്, അവരെ എവിടേക്ക് കൊണ്ടുവരിക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? എ. ഹാരോദ് നീരുറവയിലേക്ക്, ബി. ജലാശയത്തിലേക്ക്, സി. താവളത്തിലേക്ക്, ഡി. മോറിയ കുന്നിലേക്ക്. ഉത്തരം ബി. ജലാശയത്തിലേക്ക്. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം. ആര് ആരോട് പറഞ്ഞു? വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. എ. ഗിദെയോൻ പെനുവേൽ നിവാസികളോട്, ബി. ഗിദെയോൻ സുക്കോത്ത് നിവാസികളോട്, സി. ഗിദെയോൻ സേബായോട്, ഡി. ഗിദെയോൻ സൽമുന്നായോട്. ഉത്തരം എ. ഗിദെയോൻ പെനുവേൽ നിവാസികളോട്. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ നിങ്ങളുടെ എന്താണെന്ന് ഓർത്തുകൊള്ളുവിൻ എന്നാണ് അബിമെലെക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞത്? എ. സഹോദരൻ, ബി. അസ്ഥിയും മാംസവും, സി. സ്വന്തം രക്തം, ഡി. ചാർച്ചക്കാരൻ. ഉത്തരം ബി. അസ്ഥിയും മാംസവും. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യം. എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ അടക്കപ്പെട്ടത് ആര്? എ. ഒത്നിയേൽ, ബി. ജായീർ, സി. ജോഷുവ, ഡി. തോല. ഉത്തരം ഡി. തോല. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതിൽ? എ. ശകുനങ്ങളിൽ, ബി. നിമിത്തങ്ങളിൽ, സി. സ്വപ്നങ്ങളിൽ, ഡി. പ്രതീക്ഷകളിൽ. ഉത്തരം സി. സ്വപ്നങ്ങളിൽ. ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 6-ാം വാക്യം. അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ഏതിൻ്റെ? എ. സുരഭില ബലിയുടെ,
ബി നീതിമാൻ്റെ ബലിയുടെ, സി ദൈവഭക്തൻ്റെ ബലിയുടെ, ഡി പാപപരിഹാര ബലിയുടെ. ഉത്തരം ബി നീതിമാൻ്റെ ബലിയുടെ. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 5-ാം വാക്യം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ആര്? എ എല്ലാ ജനതകളും, ബി വിജാതിയർ, സി അന്യജനതകൾ, ഡി ശത്രുക്കൾ. ഉത്തരം സി അന്യജനതകൾ. ചോദ്യം 14. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. ദുഷിച്ച ഭാവന ലോകത്തെ എന്തുകൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഉണ്ടായി? എ സ്നേഹം, ബി ചതി, സി വഞ്ചന, ഡി ആപത്ത്. ഉത്തരം സി വഞ്ചന. ചോദ്യം 15. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് നിനക്ക് ആവശ്യമുള്ളത് ആരെയാണ്? എ സ്നേഹിതനെ, ബി ജ്ഞാനിയെ, സി ഉപദേശകനെ, ഡി വൈദ്യനെ. ഉത്തരം ഡി വൈദ്യനെ. ചോദ്യം 16. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 4-ാം വാക്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെയാണ് സേവിക്കുക? എ മഹാന്മാരെ, ബി കർത്താവിനെ, സി ഭരണാധികാരികളെ, ഡി രാജാവിനെ. ഉത്തരം എ മഹാന്മാരെ. ചോദ്യം 17. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 5-ാം വാക്യം. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ വിഭ്രാന്തി ഉളവാക്കുന്നതെന്ത്? എ മയക്കം, ബി സ്വപ്നം, സി നിശാനിദ്ര, ഡി ദുസ്വപ്നങ്ങൾ. ഉത്തരം സി നിശാനിദ്ര. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 19-ാം വാക്യം. യേശു ആരാണെന്ന ചോദ്യത്തിന് ജനങ്ങൾ പറഞ്ഞ മറുപടിയിൽ പെടാത്തത് ഏത്? എ സ്നാപക യോഹന്നാൻ, ബി പൂർവ്വപ്രവാചകന്മാരിൽ ഒരുവൻ, സി ഏലീശ്വ, ഡി ഏലിയ. ഉത്തരം സി ഏലീശ്വ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം. ആരാണ് കൂലിക്ക് അർഹൻ? എ ഭൃത്യൻ, ബി വേലക്കാരൻ, സി ദാസൻ, ഡി അടിമ. ഉത്തരം ബി വേലക്കാരൻ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം. ആര് ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുക? എ ശക്തൻ, ബി പടയാളി, സി ധൈര്യശാലി, ഡി സേനാനായകൻ. ഉത്തരം എ ശക്തൻ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം. പൂരിപ്പിക്കുക. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ ഡാഷ് ഭയപ്പെടുവിൻ. എ അധികാരമുള്ളവനെ, ബി ശക്തിയുള്ളവനെ, സി കഴിവുള്ളവനെ, ഡി സാധ്യതയുള്ളവനെ. ഉത്തരം എ അധികാരമുള്ളവനെ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം. കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് എപ്രകാരമാണ്? എ അവളെ ആശീർവദിച്ചുകൊണ്ട്, ബി സുഖപ്പെടട്ടെ എന്ന വചനം കൊണ്ട്, സി അവളുടെ മേൽ സ്പർശിച്ചുകൊണ്ട്, ഡി അവളുടെ മേൽ കൈകൾ വച്ച്. ഉത്തരം ഡി അവളുടെ മേൽ കൈകൾ വച്ച്. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യം. ക്ഷണിക്കപ്പെട്ടവർ എന്ത് തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്? എ നല്ല സ്ഥാനങ്ങൾ, ബി പ്രമുഖ സ്ഥാനങ്ങൾ, സി ആദ്യ സ്ഥാനം, ഡി ബഹുമാന്യ സ്ഥാനങ്ങൾ. ഉത്തരം ബി പ്രമുഖ സ്ഥാനങ്ങൾ. ചോദ്യം 24.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യം. ധൂർത്തപുത്രൻ തിരിച്ചെത്തിയപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? എ. തോട്ടത്തിൽ, ബി. വയലിൽ, സി. ഭവനത്തിൽ, ഡി. പട്ടണത്തിൽ. ഉത്തരം ബി. വയലിൽ. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ പണക്കൊതിയരായ ആരാണ് യേശുവിനെ പുച്ഛിക്കുന്നത്? എ. ഫരിസേയർ, ബി. പുരോഹിതർ, സി. നിയമജ്ഞർ, ഡി. ജനങ്ങൾ. ഉത്തരം എ. ഫരിസേയർ. ചോദ്യം 26. 2 കോറിന്തോസ് 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ശ്ലീഹായ്ക്ക് കോറിന്തോസുകാരെക്കുറിച്ച് എന്തുണ്ട് എന്നാണ് പറയുന്നത്? എ. സന്തോഷവും പ്രതീക്ഷയും, ബി. ബോധ്യവും അഭിമാനവും, സി. വിശ്വാസവും ആശ്വാസവും, ഡി. വിശ്വാസവും അഭിമാനവും. ഉത്തരം ഡി. വിശ്വാസവും അഭിമാനവും. ചോദ്യം 27. 2 കോറിന്തോസ് 8-ാം അധ്യായം 2-ാം വാക്യം. മക്കെദോന്യക്കാരുടെ തീവ്രമായ പരീക്ഷ എന്തായിരുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എ. ക്ലേശങ്ങൾ, ബി. രോഗങ്ങൾ, സി. ആകുലതകൾ, ഡി. വിശ്വാസം. ഉത്തരം എ. ക്ലേശങ്ങൾ. ചോദ്യം 28. 2 കോറിന്തോസ് 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ എന്ത് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. വചനം, ബി. നീതി, സി. അനുഗ്രഹം, ഡി. കാരുണ്യം. ഉത്തരം ബി. നീതി. ചോദ്യം 29. 2 കോറിന്തോസ് 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ കോറിന്തോസുകാരോട് എന്ത് കാണുക എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ദൈവത്തെ, ബി. ക്രിസ്തുവിനെ, സി. അപ്പസ്തോലന്മാരെ, ഡി. കൺമുമ്പിലുള്ളത്. ഉത്തരം ഡി. കൺമുമ്പിലുള്ളത്. ചോദ്യം 30. 2 കോറിന്തോസ് 11-ാം അധ്യായം 10-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സത്യം ശ്ലീഹായിൽ ഉള്ളതുകൊണ്ട് ശ്ലീഹായുടെ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് ശ്ലീഹ വിശ്വസിക്കുന്നത്? എ. മക്കെദോനിയായിൽ, ബി. അക്കായിയ പ്രദേശങ്ങളിൽ, സി. ഫിലിപ്പിയായിൽ, ഡി. കോറിന്തോസിൽ. ഉത്തരം ബി. അക്കായിയ പ്രദേശങ്ങളിൽ. ചോദ്യം 31. 2 കോറിന്തോസ് 12-ാം അധ്യായം 9-ാം വാക്യം പൂരിപ്പിക്കുക. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ഡാഷ് പൂർണ്ണമായി പ്രകടമാകുന്നത്. എ. വിശ്വാസം, ബി. ദൈവകൃപ, സി. ശക്തി, ഡി. സന്തോഷം. ഉത്തരം സി. ശക്തി. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.